പ്രവാസ ലോകത്തെ വാർത്തകളുമായി മിഡിൽ സ്റ്റവർ ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന വാർത്തകൾ കാണാം. US സെൻട്രൽ കമാൻഡ് മേധാവി ജോസഫ് കുറില്ല ഇസ്രായേലിൽ. ഇസ്രായേൽ സൈനിക മേധാവിയുമായി ഇറാനെതിരായ നടപടി ചർച്ചയായെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ മരിച്ചു. വെടിനിർത്തൽ കരാറിന് ഇസ്രായേലിന് മേൽ സമ്മർദ്ദമേറുകയാണ്. വിവരങ്ങളുമായി MC നാസർ ചേരുകയാണ്. നാസർ, ജോസഫ് കുറില്ല ഇസ്രായേലിലെത്തി ചർച്ച നടത്തിയിരിക്കുന്നു. സൈനിക മേധാവിയുമായി ചർച്ച നടത്തി കഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും ആ ചർച്ചയിൽ, കൂടിക്കാഴ്ചയിൽ ഉയർന്നു വന്നത്? ദിവ്യ, പിന്നിട്ട ഏതാണ്ട് ഒരു വർഷത്തിലധികമായി തുടരുന്ന ഗസയിലെ ആ കൂട്ടക്കുരുതികളും അതോടൊപ്പം തന്നെ തുടരുന്ന ആക്രമണങ്ങളും പ്രധാനമായിട്ടും ചർച്ചയിൽ വന്നു. അതിലപ്പുറമാണ് ഇപ്പോൾ സിറിയയിൽ നടന്നിരിക്കുന്ന സംഭവ വികാസങ്ങൾ. ഇതേ തുടർന്നുള്ള ഇസ്രായേലിന്റെ നിലപാടും അമേരിക്കയുടെ നിലപാടും, ഈ രണ്ടു പേരും, ജോസഫ് കുറില്ലയും അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഉൾപ്പെടെയുള്ളവരുമായിട്ടും ആ ചർച്ചയുടെ ഭാഗമായിട്ട് വിലയിരുത്തൽ നടന്നു. തുടർന്ന് പിന്നെ ഏറ്റവും ഇസ്രായേൽ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനെതിരായിട്ടുള്ള ഒരു മുൻകൂട്ടിയുള്ള ഒരു ആക്രമണം, ഇറാൻ ആണവ കേന്ദ്രങ്ങളെയും മറ്റും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ആക്രമണത്തിന് നേരത്തെ തന്നെ ഇസ്രായേൽ പദ്ധതി തയ്യാറാക്കിയതായ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ നിലവിലുള്ള സിറിയയിലെ അരക്ഷിതാവസ്ഥയും അതോടൊപ്പം തന്നെ സൈനിക സംവിധാനങ്ങൾ പൂർണ്ണമായി തകർക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഇറാനെതിരായിട്ടുള്ള നീക്കം കുറെ കൂടി എളുപ്പമായി മാറി എന്നൊരു വിലയിരുത്തലാണ് ഇസ്രായേൽ നേതൃത്വമുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ US സെൻട്രൽ കമാൻഡുമായിട്ടുള്ള മേധാവിയുമായിട്ടുള്ള ചർച്ചയിൽ കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആപൽക്കരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. കാരണം ഇസ്രായേൽ തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നലെ രാത്രി ദമസ്കസിന് നേരെ നടന്ന ആക്രമണത്തിലും വലിയ തോതിലുള്ള സൈനികമായിട്ടുള്ള നാശനഷ്ടങ്ങളാണ് സിറിയക്ക് നേരിട്ടിരിക്കുന്നത്. പക്ഷേ ഈ ബഫർ സോണിലേക്ക് പോലും ഇസ്രായേൽ സൈന്യത്തിന്റെ കടന്നുകയറ്റം ഉണ്ടായെങ്കിൽ പോലും അതിനെ ചെറുക്കാനോ അതിനെ ആ അർത്ഥത്തിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ അവിടെ നിന്ന് പിന്തിരിപ്പിക്കാനോ ഉള്ള ഒരു അന്തർദേശീയ സമ്മർദ്ദം ഇനിയും രൂപപ്പെട്ടിട്ടില്ല. അമേരിക്കയാണെങ്കിൽ വളരെ കുറ്റകരമായിട്ടുള്ള മൗനമാണ് ഇക്കാര്യത്തിൽ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകുകയും അയൽ രാജ്യങ്ങളുടെ സുരക്ഷ എന്നൊരൊറ്റ വിഷയം മാത്രം ഉന്നയിച്ചുകൊണ്ട് ഇത്തരം ആക്രമണങ്ങളെ പൂർണ്ണമായിട്ട് ന്യായീകരിക്കുന്ന ഒരു സമീപനം കൂടിയാണ് അമേരിക്കൻ നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ജനുവരി 20 ട്രംപ് പുതിയ അമേരിക്കൻ പ്രസിഡന്റായിട്ട് അധികാരമേൽക്കുന്നതിന് മുമ്പ് ഈ മേഖലയിൽ തങ്ങളുടേതായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള തീവ്രമായിട്ടുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ സൈനിക നേതൃത്വം ഏർപ്പെട്ടിരിക്കുന്നത്. അതാണ് കൂടുതൽ ഭയാശങ്കകൾ അയൽ രാജ്യങ്ങൾക്ക്, ഇറാഖ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക്, തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക്, ജോർദാൻ ഒക്കെയും പിന്നെ അവർ ആശങ്കയാണ് പങ്കുവച്ചിരിക്കുന്നത്. ഇന്ന് ജോർദാനിൽ ചേർന്ന ഈ വിപുലമായിട്ടുള്ള സിറിയയുമായി ബന്ധപ്പെട്ട യോഗത്തിലും ഇക്കാര്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു. പക്ഷേ ആന്റണി ബ്ലിങ്കൺ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രതികരണങ്ങൾ ഔദ്യോഗികമായിട്ട് നടത്തിയിട്ടില്ല. കാരണം മേഖലയിലെ അയൽ രാജ്യങ്ങളുമായി കൈകോർത്തു പോകുന്ന ഒരു സമീപനം തീർച്ചയായിട്ടും പുതിയ വിമത നേതൃത്വം സിറിയയിൽ സ്വീകരിക്കണം എന്ന ആന്റണി ബ്ലിങ്കന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും അവസാനം ഉണ്ടായിരിക്കുന്നതും. അതോടൊപ്പം ഇപ്പോഴും ഗസയിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നിരവധി പേർ ഓരോ ദിവസവും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന്റെ മേൽ ഒരു വെടിനിർത്തൽ കരാർ നടപ്പാക്കാനുള്ള സമ്മർദ്ദം എത്രത്തോളം ഏറി വരുന്നുണ്ട്? ദിവ്യ, വലിയ തോതിലുള്ള ക്രൂരതകളാണ് ഈ പിന്നിട്ട ദിവസങ്ങളിലൊക്കെ നടക്കുന്നത്. ഇസ്രയേലിലെ ഈ രാഷ്ട്രീയമായിട്ടുള്ള അരക്ഷിതാവസ്ഥയുടെ അതേ സാഹചര്യം ഒക്കെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ഗസയിലെ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നടപ്പാക്കുക എന്നൊരൊറ്റ ഒരു അജണ്ട മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് ഇസ്രായേൽ സൈനിക നേതൃത്വം തുടർന്നുകൊണ്ടിരിക്കുന്നത്. വടക്കൻ ഗസയിൽ പിന്നിട്ട് 2 മാസത്തിലധികമായി തുടരുന്ന ഉപരോധം, വെള്ളവും മരുന്നും ഭക്ഷണവും നിഷേധിച്ചുകൊണ്ടുള്ള ആ ഒരു നിഷ്ഠുരമായിട്ടുള്ള സമീപനം തന്നെ തുടരുകയാണ്. കാരണം വടക്കൻ ഗസയിലേക്ക് പുറമെന്ന് നിന്നുള്ള സഹായ വസ്തുക്കൾ എത്തുന്നില്ല. വടക്കൻ ഗസയിൽ നിന്ന് ജനങ്ങൾക്ക് പുറത്തേക്ക് ഒരു നിലക്കും രക്ഷപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു. അതിനിടയിലാണ് ഈ ഉപരോധത്തിന് പുറമെ ഈ വലിയ തോതിലുള്ള ആക്രമണ പരമ്പരകളും നടക്കുന്നത്. ഇന്നിപ്പോൾ ദെറൽ ബലാഹിലെ മേയറെയും പിന്നെ കൊലപ്പെടുത്തിയെന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും അവസാനം പുറത്തു വരുന്നത്. ഇത്തരം ക്രൂരമായിട്ടുള്ള കൂട്ടക്കുരുതികൾ തുടരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഖത്തറും അതോടൊപ്പം തന്നെ ഈജിപ്തും തിരക്കിട്ട ചില നീക്കങ്ങൾ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം എത്രയും പെട്ടെന്നൊരു വെടിനിർത്തലിലേക്ക് വരികയും ഈ കൂട്ടക്കുരുതിക്ക് ഒരു അവസാനം കുറിക്കാനുള്ള ഒരു നീക്കമാണ് തങ്ങൾ നടത്തുന്നതെന്ന് ഖത്തറും അതോടൊപ്പം തന്നെ ഈജിപ്തും വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ പ്രായോഗിക തലത്തിൽ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അനുകൂല സമീപനം ഇനിയും ഉണ്ടായിട്ടില്ല. ഹമാസുമായിട്ടുള്ള അനൗപചാരിക ചർച്ചയിൽ ചില വിട്ടുവീഴ്ചകൾക്ക് ഹമാസ് തയ്യാറായിട്ടുണ്ട്. ഇസ്രായേലും ആ സ്വഭാവത്തിലുള്ള ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഈ ഒരു കരാറിൻ്റെ തുടർ ചർച്ചകളിൽ അത്തരമൊരു നിലപാടിലേക്ക് ഇനിയും വന്നെത്താൻ
നെതന്യാഹുവിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തി കൂടുതൽ വിനാശകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഗസയെയും ഗസൻ ജനതയെയും കൊണ്ടുപോകുക എന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള അന്തർദേശീയ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള അതേ നടപടികൾ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. UN-ന്റെ നിരവധി പ്രമേയങ്ങൾ ഈ കഴിഞ്ഞ ദിവസവും അവർ പാസ്സാക്കിയിരുന്നു. പക്ഷേ ഇതൊന്നും തന്നെ ഇസ്രായേലിനെ ഇത്തരം ഒരു ക്രൂരമായിട്ടുള്ള നടപടികളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പര്യാപ്തമായിട്ടില്ല. യൂറോപ്യൻ യൂണിയൻ നടത്തിയ നീക്കങ്ങളും ഏറെക്കുറെ വലിയ തോതിൽ വിജയം കണ്ടിട്ടില്ല എന്നാണ് ഏറ്റവും അവസാനം റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നതും. ദിവ്യ, ഗസയിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുമ്പോഴും ഇസ്രായേലിനുമേൽ വെടിനിർത്തൽ കരാർ നടപ്പാക്കാനുള്ള സമ്മർദ്ദം ഏറുന്നുണ്ട്. പക്ഷേ അതൊക്കെ എത്ര കണ്ട് ഫലം കാണും എന്നതിലും വ്യക്തതയില്ല. ഇതിനിടെയാണ് US സെൻട്രൽ കമാൻഡ് മേധാവി ജോസഫ് കുറില്ല ഇസ്രായേലിലെത്തിയിരിക്കുന്നത്. ഇസ്രായേലിൽ സൈനിക മേധാവിയുമായി ചർച്ച നടത്തുകയും ചെയ്തു. ഇറാനെതിരായ നടപടിയാണ് കൂടിക്കാഴ്ചയിൽ ചർച്ചയായത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. MC നാസറാണ് വിവരങ്ങൾ നൽകിയത്. ഇസ്രായേൽ ആക്രമണം തുടരുന്ന ഗസയിലേക്ക് കൂടുതൽ മാനുഷിക സഹായം എത്തിച്ച UAE 3 സഹായ ദൗത്യ സംഘങ്ങളാണ് കര അതിർത്തി വഴി ഗസയിലെത്തിയത്. 3 ദൗത്യ സംഘത്തിലുള്ള 33 ട്രക്കുകളിൽ 352 ടൺ സഹായ വസ്തുക്കളാണുള്ളത്. ഈജിപ്തിലെ റഫ അതിർത്തി വഴിയാണ് ട്രക്കുകൾ ഗസയിലേക്ക് പ്രവേശിച്ചത്. ഫലസ്തീൻ ജനതയ്ക്ക് സഹായം എത്തിക്കുന്ന ഓപ്പറേഷൻ ഷിവൽറസ് നൈറ്റ് 3 വഴിയാണ് UAEയുടെ സഹായം. ഭക്ഷണം, ശൈത്യകാല വസ്ത്രം, വെള്ളം, ശുചീകരണ വസ്തുക്കൾ, ധാന്യപ്പൊടികൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള അവശ്യ വസ്തുക്കൾ തുടങ്ങിയവയാണ് ട്രക്കുകളിലുള്ളത്. ഇതോടെ 141 സഹായ ദൗത്യ സംഘങ്ങളിലായി 1243 ട്രക്കുകളാണ് അവശ്യ വസ്തുക്കളുമായി ഇതുവരെ ഗസയിലെത്തിയത്. 27,432 ടൺ സഹായമാണ് പ്രത്യേക ഓപ്പറേഷൻ വഴി ഫലസ്തീൻ ജനതയ്ക്ക് ഇതുവരെ UAE എത്തിച്ചിട്ടുള്ളത്. അവശ്യ വസ്തുക്കളുടെ ദൗർലഭ്യം അനുഭവിക്കുന്ന ഗസയ്ക്ക് ഏറെ ആശ്വാസകരമായിരുന്നു സഹായങ്ങൾ. യുദ്ധം ആരംഭിച്ച ശേഷം ഗസയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായം എത്തിച്ച രാഷ്ട്രം UAE ആണ്. മാനുഷിക കാര്യങ്ങൾക്കുള്ള UN ഓഫീസിന്റെ വിവരങ്ങൾ പ്രകാരം ഗസയ്ക്ക് ലഭിച്ച ആകെ സഹായത്തിന്റെ 42% UAEയിൽ നിന്നായിരുന്നു. മീഡിയ 1 ദുബായ്. ഒമാന്റെ എല്ലാ ഗവർണറേറ്റുകളിലും താപനിലയിൽ ഗണ്യമായ കുറവുണ്ടായതായി സിവിൽ ഏവിയേഷൻ അതോറിറ്റി. രാജ്യത്ത് തണുത്ത കാലാവസ്ഥ തന്നെ തുടരാനാണ് സാധ്യത. ഒമാൻ തണുത്തു തുടങ്ങിയിട്ടുണ്ട്. രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പകൽ സമയത്ത് വെയിലിലും തണുത്ത കാറ്റ് വീശുന്നുണ്ട്. താപനിലയിൽ ഗണ്യമായ കുറവ് കാണിക്കുന്നുണ്ട്. സാദിക്കിൽ 12.3 ഡിഗ്രി സെൽഷ്യസാണ് കുറഞ്ഞ താപനിലയായി രേഖപ്പെടുത്തിയത്. ബിദിയ, ഹൈമ, മസ്യൂന, മുഖേഷ് എന്നിവിടങ്ങളിൽ 17 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ് കുറഞ്ഞ താപനില. വാദി ബനി ഖാലിദ്, ഗുറൈൻ, ഹീരിക് എന്നിവിടങ്ങളിലും കുറഞ്ഞ താപനില തന്നെയാണ്. എന്നാൽ ദിമ, വാദിത്തെയിൻ, ഇബ്രി, സനായിയ, ഹഫൂദ്, ബിദ്ബദ്, ഇബ്ര എന്നിവിടങ്ങളിൽ താരതമ്യേന താപനില കൂടുതലാണ്. ഒമാനിലെ ഊട്ടി എന്നറിയപ്പെടുന്ന ജബൽ അഖ്ദറിലും താപനിലയിൽ വൻ കുറവുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ 12 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ് ഇവിടുത്തെ താപനില. ഇത് ഈ മാസം 16-17 ദിവസങ്ങളിൽ 6 ഡിഗ്രി സെൽഷ്യസായി കുറയും. വരും ദിവസങ്ങളിലും സമാന കാലാവസ്ഥയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രതീക്ഷിക്കുന്നത്. ജബൽ ഷംസിൽ അതിശൈത്യമാണ്. ജബൽ ഷംസിൽ ഞായറാഴ്ച 0 ഡിഗ്രി സെൽഷ്യസും തിങ്കളാഴ്ച -3 ഡിഗ്രി സെൽഷ്യസുമായിരിക്കും താപനില. മീഡിയ 1 മസ്കത്ത്. കുവൈറ്റ് അതിശൈത്യത്തിലേക്ക് നീങ്ങുകയാണ്. വരും ദിവസങ്ങളിൽ കുറഞ്ഞ താപനില തുടരും. രാജ്യം നിലവിൽ കുറഞ്ഞ ന്യൂനമർദ്ദത്തിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുകയാണെന്ന് കാലാവസ്ഥാ കേന്ദ്രം ആക്ടിംഗ് ഡയറക്ടർ ധാരാർ അൽ അലി പറഞ്ഞു. ഈ മാസം അവസാനത്തോടെ താപനിലയിൽ വീണ്ടും കുറവുണ്ടാകുമെന്നും തണുപ്പ് വർദ്ധിക്കുകയും ചെയ്യും. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ കഠിന തണുപ്പ് അനുഭവപ്പെടും. കുവൈറ്റിൽ വ്യാപക പൊടിക്കാറ്റ്. ഇന്ന് രാവിലെ മുതൽ രൂപം കൊണ്ട കാറ്റ് മിക്കയിടത്തും പൊടിപടലങ്ങൾ പടർത്തി. പൊടിപടലങ്ങൾ ദൂരക്കാഴ്ച കുറയ്ക്കാനും മറ്റു പ്രശ്നങ്ങൾക്കും കാരണമായതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. വരും ദിവസങ്ങളിലും പൊടിപടലത്തിന് സാധ്യതയുണ്ട്. അബുദാബിയിലെ ശൈത്യകാല ടൂറിസം ആഘോഷമായ ലിവ ഇന്റർനാഷണൽ ഫെസ്റ്റിവലിന് ആവേശത്തുടക്കം. ജനുവരി 4 വരെയാണ് ഫെസ്റ്റിവൽ. ലിവ സ്പോർട്സ് ക്ലബ്ബുമായി സഹകരിച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൾച്ചറൽ ആൻഡ് ടൂറിസമാണ് ലിവ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. അൽദഫ്രയിലെ തൽമുരീബിലാണ് സാഹസികതയും സംസ്കാരവും സമ്മേളിക്കുന്ന ആഘോഷം. അൽദഫ്രയിലെ ഏറ്റവും ഉയരം കൂടിയ മണൽക്കൂനയാണ് തൽമുരീബിലേത്. മരുഭൂമിയുടെ സൗന്ദര്യം ആസ്വദിക്കാനാകുന്ന തരത്തിൽ മേഖലയിൽ ക്യാമ്പിങ്ങിനുള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ഓഫ് റോഡ് അഭ്യാസ പ്രകടനം, ഡ്രിഫ്റ്റിംഗ്, ഡ്യൂൺ ബാഷിംഗ്, കുതിരയോട്ടം, പ്രാവുവേട്ട, തത്സമയ സംഗീത നിശ, ഇങ്ങനെ പോകുന്നു ലിവയിലെ ആവേശ പരിപാടികൾ. കുടുംബങ്ങൾക്കായുള്ള സവിശേഷ ആഘോഷങ്ങൾ കൂടി ഇത്തവണ ലിവയിൽ ഒരുക്കിയിട്ടുണ്ട്. ലിവ സൂക്കിൽ നിന്ന് പ്രാദേശിക കൈത്തൊഴിൽ നിർമ്മിച്ച കരകൗശല വസ്തുക്കൾ കാണാനും വാങ്ങാനുമാകും. എല്ലാ രാത്രിയും 8 മണിക്ക് മരുഭൂമിയുടെ ആകാശത്ത് വെടിക്കെട്ട് നടക്കും. ഫെസ്റ്റിവൽ കാഴ്ചകളും ചുറ്റിലുള്ള മൺകൂനകളും കൺനിറയെ കാണാൻ ഹോട്ട് എയർ ബലൂൺ റൈഡുമുണ്ട്. മീഡിയ 1 അബുദാബി.
ഒമാനിൽ നിന്നുള്ള എണ്ണ കയറ്റുമതിയിൽ വർധനവ് തുടരുന്നു. 2024 ഒക്ടോബർ അവസാനത്തോടെ 286.3 ദശലക്ഷം ബാരൽ എണ്ണ രാജ്യത്തു നിന്ന് കയറ്റുമതി ചെയ്തു. ഒമാനിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ചൈനയാണ് ഒന്നാമത്. നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിക്സ് ആൻഡ് ഇൻഫർമേഷന്റെ കണക്കുകൾ പ്രകാരം 2024 ഒക്ടോബർ അവസാനത്തോടെ രാജ്യത്ത് നിന്ന് കയറ്റുമതി ചെയ്ത എണ്ണയുടെ തോത് 256.3 ദശലക്ഷം ബാരലിലെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 2.4% വർധനവാണിത്. ബാരലിന് ശരാശരി വില $82.6 കണക്കാക്കുന്നത്. സുൽത്താനേറ്റിൻ്റെ മൊത്തം എണ്ണ ഉൽപ്പാദനത്തിൻ്റെ 84.6% കയറ്റുമതി ചെയ്യുകയാണ്. ഒമാനിലെ ശരാശരി പ്രതിദിന എണ്ണ ഉൽപ്പാദനം 9,93,900 ബാരലാണ്. എന്നാൽ ഇക്കാലയളവിൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദനത്തിൽ 6.6% ഇടിവുണ്ടായിട്ടുണ്ട്. ഒമാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ ചൈന തന്നെയാണ് ഒന്നാമതുള്ളത്. 241 ദശലക്ഷം ബാരൽ എണ്ണയാണ് ചൈന സുൽത്താനേറ്റിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. സൗത്ത് കൊറിയയാണ് രണ്ടാമത്. 5.7 ദശലക്ഷം ബാരൽ അവർ ഒമാനിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 102.3% വർധനവാണ്. മൂന്നാമത് ജപ്പാനാണ്. 3.9 ദശലക്ഷം ബാരൽ എണ്ണയാണ് ജപ്പാൻ ഒമാനിൽ നിന്ന് വാങ്ങിയത്. ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 49.8% കുറവുമാണ്. ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി 26.3% കുറഞ്ഞ് 2 ദശലക്ഷം ബാരലായിട്ടുണ്ട്. മീഡിയ 1 മസ്കത്ത്. 53ാമത് ദേശീയ ദിനാഘോഷത്തിലേക്ക് കടക്കുകയാണ് ബഹ്റൈൻ. ദീപാലങ്കാരങ്ങളും ചമയങ്ങളുമായി രാജ്യം ചമഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. പ്രവാസി സമൂഹവും ആവേശത്തോടെ ആഘോഷ പരിപാടികളിൽ പങ്കുചേരുകയാണ്. അറേബ്യയുടെ പവിഴദ്വീപായ ബഹ്റൈൻ ദേശീയ ദിനം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ്. രാജ്യമെങ്ങും ചുവപ്പും വെള്ളയും നിറമുള്ള കൊടിതോരണങ്ങളും അലങ്കാര വിളക്കുകളും നിറഞ്ഞു കഴിഞ്ഞു. കാണാം ബഹ്റൈനിലെ ആഘോഷ കാഴ്ചകൾ. 53ാമത് ദേശീയ ദിനാഘോഷത്തിനായി അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ് ബഹ്റൈനിലെ നഗരങ്ങളും തെരുവുകളും. ദേശീയ പതാകയെ പ്രതിനിധാനം ചെയ്യുന്ന വെള്ളയും ചുവപ്പും കലർന്ന വർണ്ണങ്ങളിലുള്ള കൊടിതോരണങ്ങളും അലങ്കാര വിളക്കുകളുമാണ് പ്രധാന ആകർഷണം. ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി രാജ്യത്തിന്റെ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന സെലിബ്രേറ്റ് ബഹ്റൈൻ, മുഹറക് നൈറ്റ്സ് എന്നീ പരിപാടികളും പുരോഗമിക്കുകയാണ്. ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ സ്വദേശികളുടെയും വിദേശികളുടെയും ഒഴുക്ക് രാജ്യത്തെങ്ങും പ്രകടമാണ്. Happy National Day. Happy National Day. പ്രവാസി സമൂഹവും ബഹ്റൈന്റെ ദേശീയ ദിനാഘോഷം ഏറ്റെടുത്തിരിക്കുകയാണ്. സന്തോഷത്തിന്റെയും ഐക്യത്തിന്റെയും കൂടിയ ആഘോഷമായാണ് പ്രവാസി മലയാളികൾ ദേശീയ ദിനത്തെ കാണുന്നത്. ബഹ്റൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഹോമാണ്. നമ്മുടെ ഒന്നും പറയല്ല, ഇന്ത്യ പോലെ തന്നെയാണ്. നമുക്ക് ഡിസംബറായി തന്നെ ആഘോഷങ്ങൾ തുടങ്ങായി. ഡിസംബർ ഫസ്റ്റ് വീക്ക് തൊട്ടേ നമുക്ക് ഇവിടെ എല്ലാവരുടെയും നോക്കിയാൽ തന്നെ കാണാം. ലൈറ്റിങ്സും ഇപ്പോൾ ഈവൻസുകളും എല്ലാവരുടെയും ഈവൻസും തുടങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഫുൾ എൻജോയ്മെന്റ് മൂഡാണ്. ഈ ഡിസംബർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ബഹ്റൈനിലെ എൻജോയ്മെന്റ് ആണ്. നമ്മളിപ്പോൾ ബഹ്റൈനിലായാലും നമുക്കിപ്പോൾ അന്യരാജ്യത്താന്നുള്ളൊരു ഫീലിംഗ് അതൊന്നുമില്ല. കുറേ രാജ്യക്കാരുണ്ട്, നമ്മൾ പാകിസ്ഥാനികളുണ്ട്, ബാക്കി എല്ലാവരും ഉണ്ട്. നമ്മളെല്ലാവരും ഒരേ വീട് ഹോം പോലെയാണ് നമ്മൾ ഇത് കാണുന്നത്. ഡിസംബർ ആകുമ്പോൾ എല്ലാ പ്രവാസികൾക്കും നല്ലൊരു മാസം കൂടിയാണ്. എല്ലാവർക്കും കുറേ ദിവസം ഹോളിഡേയ്സ് ഉണ്ട്. രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ സിംഹാസനാരോഹണ രജത ജൂബിലി വേള കൂടിയാണിത്. ഹമദ് രാജാവിന്റെയും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെയും ചിത്രങ്ങളും പതാകകളും കൊണ്ടാണ് പാതയോരങ്ങൾ അലങ്കരിച്ചിരിക്കുന്നത്. മന്ത്രാലയങ്ങൾ, ഗവർണറേറ്റുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് വൈവിധ്യമാർന്ന ദേശീയ ദിനാഘോഷ പരിപാടികൾ ഒരുക്കിയിരിക്കുന്നത്. ദേശീയ ദിനാചരണം പ്രമാണിച്ച് ഡിസംബർ 16-നും 17-നും രാജ്യത്ത് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രവാസി സംഘടനകളും കൂട്ടായ്മകളും ആഘോഷത്തിൽ വിപുലമായി തന്നെ പങ്കുചേരും. ഷെഫി ഷാജഹാൻ, മീഡിയ 1, ബഹ്റൈൻ. കുവൈറ്റിൽ ശക്തമായ സുരക്ഷാ പരിശോധന തുടരുന്നു. കഴിഞ്ഞ ദിവസം സാൽമയിൽ നടന്ന സുരക്ഷാ പരിശോധനയ്ക്ക് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അസബാഹ് നേരിട്ട് മേൽനോട്ടം വഹിച്ചു. പരിശോധനയിൽ 2736 ട്രാഫിക് നിയമലംഘനങ്ങളും കണ്ടെത്തി. 31 പേരെ വിവിധ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു. 28 വാഹനങ്ങളും 5 മോട്ടോർ സൈക്കിളുകളും പരിശോധനയിൽ പിടിച്ചെടുത്തു. രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ സുരക്ഷ ശക്തമാക്കുന്നതിനും നിയമലംഘകരെ പിടികൂടുന്നതിനും വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നാണ് സൂചനകൾ. കുവൈറ്റിലേക്ക് $300 മില്യൺ സൈനിക വിൽപ്പനയ്ക്ക് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി. US പ്രതിരോധ വകുപ്പാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ ഇടപാടിൽ കുവൈറ്റിന് സൈനിക ഉപകരണങ്ങൾ, പരിപാലനം, അറ്റകുറ്റപ്പണികൾ, സഹായ സേവനങ്ങൾ എന്നിവ ലഭ്യമാക്കും. പ്രാഥമിക കരാറുകാരായി BAE സിസ്റ്റംസ്, ലിയനാർഡോ DRS, RTX കോർപ്പറേഷൻ തുടങ്ങിയവരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. വാർത്തയിലേക്ക് വീണ്ടും. ലോകകപ്പിന് മുന്നോടിയായി 1.5 ലക്ഷത്തിലേറെ തൊഴിലവസരങ്ങൾ സൗദിയിലേക്ക് എത്തുമെന്ന് റിപ്പോർട്ട്.
നിലവിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉള്ളതിനാൽ ചിലവ് കുറയ്ക്കാനും സൗദിക്കാകും. ലോകകപ്പിനായുള്ള എല്ലാ സൗകര്യങ്ങളും ഭാവിയിലും ഉപയോഗിക്കാനാണ് സൗദിയുടെ തീരുമാനം. അറബ് മണ്ണിലേക്ക് രണ്ടാം തവണയും ലോകകപ്പിനെ സ്വീകരിക്കാനൊരുങ്ങുമ്പോൾ നേട്ടങ്ങൾ കൊയ്യാനൊരുങ്ങുകയാണ് ആതിഥേയത്വം വഹിക്കുന്ന സൗദി അറേബ്യ. ലോകകപ്പിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പലതും നേരത്തെയുള്ളതിനാൽ ചിലവ് വലിയ തോതിൽ കുറക്കാനാവും. ചിലവ് $4 ബില്യൺ കുറയുമെന്നാണ് വിലയിരുത്തുന്നത്. സാധാരണ വേൾഡ് കപ്പിനായി ഒരുക്കുന്ന സൗകര്യം പിന്നീട് ഒഴിവാക്കാറാണ് പതിവ്. എന്നാൽ സൗദി മത്സരം നടത്തുന്നത് വിവിധ പ്രവിശ്യകളിലായതിനാൽ ഈ സ്റ്റേഡിയം പിന്നീട് ഉപയോഗിക്കാനാകും. 2030 ടൂറിസം, വ്യോമയാനം, ആശയവിനിമയം, റിയൽ എസ്റ്റേറ്റ്, നിർമ്മാണം, ഹോസ്പിറ്റാലിറ്റി, ഗതാഗതം, വിനോദം, കായിക മേഖല തുടങ്ങി വിവിധ തലങ്ങളിൽ 1,65,000 തൊഴിലവസരങ്ങൾ സൗദിയിലേക്കെത്തും. ലോകകപ്പ് വഴി സാമ്പത്തിക വളർച്ചയ്ക്കൊപ്പം വിദേശ നിക്ഷേപങ്ങളിൽ വലിയ തോതിൽ നേട്ടങ്ങൾ കൊണ്ടുവരുമെന്നാണ് സൗദിയുടെ കണക്കുകൂട്ടൽ. മീഡിയ 1 ജിദ്ദ. ഓൺലൈൻ പേയ്മെന്റുകൾ കൂടിയതോടെ ഒമാനിൽ ATM ഇടപാടുകൾ കുറഞ്ഞു. ആപ്പിൾ പേ, സാംസങ് പേ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ വഴിയും മൊബൈൽ വാലറ്റുകളും കോൺടാക്ട്ലെസ് പേയ്മെന്റുകളും ജനപ്രിയമായതോടെയാണ് ATM ഉപയോഗം കുറഞ്ഞത്. സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ നാഷണൽ പേയ്മെന്റ് സിസ്റ്റംസ് വാർഷിക റിപ്പോർട്ട് അനുസരിച്ച് ATM ഇടപാടുകൾ 15% നിന്ന് 11% കുറഞ്ഞത്. ഒമാനിലെ നോർത്ത് ബാത്തിന ഗവർണറേറ്റിലെ സുഹാർ കോട്ട നാളെ മുതൽ ചൊവ്വാഴ്ച വരെ അടച്ചിടും. പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. കോട്ടയുടെ സംരക്ഷണത്തിനും അറ്റകുറ്റപ്പണികൾക്കുമായാണ് ഈ താൽക്കാലിക അടച്ചിടൽ. സുഹാർ കോട്ടയിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്ന് മന്ത്രാലയം അറിയിച്ചു. മാക്സ് 7 ദമാം ക്ലബ്ബ് വിജയകരമായ 100ാം ദിനാഘോഷം സംഘടിപ്പിച്ചു. ക്ലബ്ബ് അംഗങ്ങൾ ഒരുമിച്ചുകൂടി മധുരം പങ്കിട്ടും സമൂഹ വ്യായാമം നടത്തിയും ആഘോഷത്തിൽ പങ്കാളികളായി. ക്ലബിനെക്കുറിച്ച് ഉയർന്ന വിവാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സംഘാടകർ പറഞ്ഞു. മാക്സ് 7 ക്ലബിനെ കുറിച്ചുള്ള വിവാദങ്ങൾ ചൂടുപിടിക്കുമ്പോൾ പ്രവാസത്തിലും സജീവമാകുകയാണ് കൂട്ടായ്മ. മാക്സ് 7 സൗദി ദമാം ഘടകം രൂപീകരിച്ച് വിജയകരമായ 100 ദിനങ്ങൾ പിന്നിട്ടത് ആഘോഷമാക്കി അംഗങ്ങൾ. ദമാം കോർണിഷിൽ ചേർന്ന സംഗമം സമൂഹ വ്യായാമം സംഘടിപ്പിച്ചും കേക്ക് മുറിച്ചും ആഘോഷം പങ്കിട്ടു. ആളുകളുണ്ട്. അതിനുശേഷം ഇന്ന് 100 ദിവസം കഴിഞ്ഞു, 107 ദിവസമായി. അതിൻ്റെ ശേഷമുള്ളൊരു വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് തിരഞ്ഞെടുത്തത്. അപ്പോൾ അതിൻ്റെ ഈ 100 ദിവസത്തിൻ്റെ അകത്ത് തന്നെ ഞങ്ങൾക്ക് വളരെ ഉഷാറായിട്ട് 4 ബ്രാഞ്ച്, അതായത് കോബാർ ചെയ്യാൻ കഴിഞ്ഞു, റാക്ക് ചെയ്യാൻ കഴിഞ്ഞു, ജുബൈൽ ചെയ്യാൻ കഴിഞ്ഞു. എല്ലായിടത്തും നല്ലതുണ്ട്. ക്ലബിനെ കുറിച്ചുള്ള വിവാദങ്ങൾ തെറ്റിദ്ധാരണ മാത്രമാണ്. ആർക്കും ഇതിൻ്റെ ഭാഗമാകാം. പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരെയും സ്വാഗതം ചെയ്യുന്നതായും സംഘാടകർ പറഞ്ഞു. ഇതിലേക്ക് വരിക ഞങ്ങളെ ഈ കൂട്ടായ്മയിൽ അറബികളുണ്ട്, മൊറോക്കക്കാരുണ്ട്, ഇന്ത്യകളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടി യോജിക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ്. അതുപോലെ തന്നെ ഇതിൽ ഒരു രാഷ്ട്രീയമല്ല, പല രാഷ്ട്രീയക്കാരും നിൽക്കുന്നവരൊക്കെ ഓരോ രാഷ്ട്രീയക്കാരാണ്, മതമില്ല ഇതിൽ. അബ്ദുറഹ്മാൻ അറക്കൽ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പരിശീലകൻ അഷ്റഫ് കൊണ്ടോട്ടിയെ ചടങ്ങിൽ ആദരിച്ചു. ഡോക്ടർ രാജീവൻ ആരോഗ്യ ബോധവൽക്കരണം നടത്തി. ആലുക്കുട്ടിയോളവട്ടൂർ, കബീർ കൊണ്ടോട്ടി, ഗഫൂർ, നൌഷാദ് എന്നിവർ സംസാരിച്ചു. ആഷിഖ് ചേലെമ്പ്ര, സിറാജ് കാസർഗോഡ് എന്നിവർ നേതൃത്വം നൽകി. മീഡിയ 1 ദമാം. ലുലു മോളിനി കോട്ടയത്തും 2 നിലകളിലായി 3 ലക്ഷം ചതുരശ്രയടിയിലധികം വിസ്തീർണത്തിലാണ് ലുലു ഗ്രൂപ്പിന്റെ ഷോപ്പിംഗ് മാൾ MC റോഡിനോട് ചേർന്ന മണിപ്പുഴയിൽ പ്രവർത്തനം തുടങ്ങിയത്. അന്താരാഷ്ട്ര നിലവാരമുള്ള ഹൈപ്പർ മാർക്കറ്റാണ് മുഖ്യ ആകർഷണം. വസ്ത്രപ്രേമികൾക്കായി ലുലു ഫാഷൻ സ്റ്റോറും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കായി ലുലു കണക്റ്റും മിനി മാളിലുണ്ട്. കുട്ടികൾക്കായി ഗെയിം ഏരിയയും ഫുഡ് കോർട്ടും ഒരുക്കിയിട്ടുണ്ട്. മന്ത്രി VN വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, MP മാരായ ഫ്രാൻസിസ് ജോർജ്, ജോസ് കെ മാണി, ഹാരിസ് ബീരാൻ തുടങ്ങിയവരും പങ്കെടുത്തു. കോട്ടയത്തിന് ലുലു ഗ്രൂപ്പിന്റെ സമ്മാനമാണ് പുതിയ മാൾ എന്ന് ചെയർമാൻ MA യൂസഫ് അലി പറഞ്ഞു. 3,21,500 സ്ക്വയർ ഫീറ്റ് ഏരിയ, 25 ബ്രാഞ്ച് ഉണ്ട്, 400 സീറ്റേഴ്സ്, ഫുഡ് കോർട്ടുണ്ട്. അപ്പോൾ ഇത് കോട്ടയത്തിലെ ജനങ്ങൾ ഇത് ഏറ്റെടുക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഞങ്ങൾ സമർപ്പിക്കുകയാണ്. 2000-ഓളം ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എംപ്ലോയ്മെൻ്റ് ഉണ്ട്. ഇനിയും കേരളത്തിൽ പല പ്രൊജക്റ്റുകളും തുടങ്ങണമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
സൗദിയിൽ ഹോൾസെയിൽ വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്ന തലാൽ ബിസിനസ് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ ഖമീസ് അറേബ്യ സ്വീറ്റ്സിന് തുടക്കമായി. റിയാദ് അസീസിയിലാണ് പുതിയ ഷോറൂം. ചെറുകിട വ്യാപാരികൾക്ക് വേണ്ട മുഴുവൻ ഉൽപ്പന്നങ്ങളും പുതിയ ശാഖയിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അസീസിയ വെജിറ്റബിൾ മാർക്കറ്റിന് മുന്നിലുള്ള അൽ മുസല്ലം ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് പുതിയ സംരംഭം. സൗദിയിലെ ഹോൾസെയിൽ വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്ന തലാൽ ബിസിനസ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് പുതിയ ഷോറൂം. 3000-ലധികം സ്ക്വയർ മീറ്ററിൽ സജ്ജീകരിച്ചിട്ടുള്ള പുതിയ ശാഖയിൽ ചെറുകിട വ്യാപാരികൾക്കായുള്ള മുഴുവൻ ഉൽപ്പന്നങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ നിരന്തര ആവശ്യപ്രകാരമാണ് ഖമീസ് അറേബ്യ സ്വീറ്റ്സിന് തുടക്കമായത്. സൗദിയിലെ ഭക്ഷ്യ ഹോൾസെയിൽ വിപണന രംഗത്ത് 25 വർഷത്തിലധികം പാരമ്പര്യമുണ്ട് ഖമീസ് അറേബ്യയ്ക്ക്. ഹോൾസെയിൽ ഫുഡ് സ്റ്റഫ് ആൻഡ് ബിവറേജസ്, കോൾഡ് സ്റ്റോർ, കോസ്മെറ്റിക്സ്, സ്റ്റേഷനറീസ്, പ്ലാസ്റ്റിക്സ് തുടങ്ങിയ ചെറുകിട കച്ചവടക്കാർക്കായുള്ള മുഴുവൻ ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. അത്യാധുനിക സൗകര്യങ്ങളോടെ വിശാലമായി ഒരുക്കിയ ഷോറൂമിൽ സാങ്കേതിക വിദ്യയുടെ നൂതന വശങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവഴി അതിവേഗ ഡെലിവറി സാധ്യമാകും. പുതിയ ഷോറൂമിന്റെ ആദ്യ വിൽപ്പന മാനേജിംഗ് ഡയറക്ടർ അഹമ്മദ് അൽ അമ്രി നിർവഹിച്ചു. Today is launching of Khamis Arabia Sweets. It's our first shop in this line of business in sweets, and we have great experience in the food stuff and kamaliyat also. Now we are adding sweets under the Khamis Arabia umbrella. ഷോറൂമിനോടനുബന്ധിച്ചുള്ള കോർപ്പറേറ്റ് ഓഫീസിന്റെ ഉദ്ഘാടനം തലാൽ ബിസിനസ് ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുസലാം ചാത്തൻപാടൻ നിർവഹിച്ചു. ഖമീസ് അറേബ്യ ട്രേഡിംഗ് കമ്പനിയുടെ പുതിയൊരു സംരംഭം ഖമീസ് അറേബ്യ സ്വീറ്റ്സ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വളരെയേറെ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ. കോസ്മെറ്റിക്സ് അതുപോലെ സ്വീറ്റ്സിൻ്റെ പുതിയ ഷോറൂം ഇപ്പോൾ ഇനാഗുറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. സ്വീറ്റ്സിൻ്റെ വെറൈറ്റി ഓഫ് ഐറ്റംസ് നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ്. ഫാരിസ്, ഫൈറൂസ് മുഹമ്മദ്, അജ്നാസ് മാളിയക്കൽ, അജ്മൽ, സൈനുൽ ആബിദ്, നിഷാൻ, നസീം തുടങ്ങിയവരും ചടങ്ങിന്റെ ഭാഗമായി. മീഡിയ 1 റിയാദ്. പാലക്കാട് അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികൾക്ക് ഗാന്ധി സ്മൃതിക്ക് വായിച്ച് അനുശോചനം രേഖപ്പെടുത്തി. ദുഃഖകരമായ വാർത്തയ്ക്കാണ് പാലക്കാട് സാക്ഷ്യം വഹിക്കേണ്ടി വന്നതെന്നും വിദ്യാർത്ഥികളുടെ മരണം ഞെട്ടലും ദുഃഖവും ഉണ്ടാക്കുന്നതാണെന്നും ഗാന്ധി സ്മൃതിക്ക് വായിച്ച് അംഗങ്ങൾ അനുശോചനം അറിയിച്ചു. പ്രിജോദ് ഉണ്ണി, രജി സെബാസ്റ്റ്യൻ, മധു മാഹി, ഷീബ എന്നിവർ നേതൃത്വം നൽകി. പാലക്കാട് കരിമ്പ പനയമ്പാടത്തെ വാഹന അപകടത്തിൽ 4 കുട്ടികളുടെ മരണത്തിൽ കുവൈറ്റ് KMCC പാലക്കാട് ജില്ലാ കമ്മിറ്റി അനുശോചനം അറിയിച്ചു. മരണപ്പെട്ടവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും പരിക്കേറ്റവർ പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചുവരട്ടെയെന്നും ജില്ലാ കമ്മിറ്റി പത്രക്കുറിപ്പിൽ അറിയിച്ചു. ദുബായിൽ നടക്കുന്ന ഗൾഫ് കപ്പ് 2020-ൽ ഒമാന്റെ ജയം ഖത്തറിനെ 35 റൺസിന് തോൽപ്പിച്ചു. ഒമാൻ ഉയർത്തിയ 204 എന്ന സ്കോർ മറികടക്കാനുള്ള ഖത്തറിന്റെ ശ്രമം 8 വിക്കറ്റ് നഷ്ടത്തിൽ 169 റൺസിന് അവസാനിച്ചു. 3 വിക്കറ്റ് എടുത്ത അമീർ ഖലീം ആണ് ഒമാന്റെ വിജയശില്പി. ക്യാപ്റ്റൻ ജിതേന്ദർ സിംഗിന്റെയും വാൽറ്റത്ത് വസീം അലി, വിനായക് ശുക്ല എന്നിവരുടെ തകർപ്പനടിയിലുമാണ് ഒമാൻ മികച്ച സ്കോർ കണ്ടെത്തിയത്. ഡിസംബർ 17-ന് ബഹ്റൈനെതിരെയാണ് ഒമാന്റെ അടുത്ത മത്സരം. UAE-യിലെ വിവിധ ജ്വല്ലറികൾ മാറ്റുരയ്ക്കുന്ന DPL ക്രിക്കറ്റ് ടൂർണമെന്റ് അടുത്ത മാസം ഷാർജയിൽ ആരംഭിക്കും. 8 ജ്വല്ലറികൾ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡമാസോ പ്രീമിയർ ലീഗ് എന്ന പേരിൽ 2ാം തവണയാണ് UAE-യിലെ വിവിധ ജ്വല്ലറി ടീമുകൾ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ മാറ്റുരയ്ക്കുന്നത്. ജനുവരി 4-ന് ഷാർജ സ്കൈലൈൻ യൂണിവേഴ്സിറ്റിയിലെ വിക്ടോറിയ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ലീഗ് മത്സരങ്ങൾ ആരംഭിക്കും. പ്ലേ ഓഫ് ഫൈനൽ മത്സരങ്ങൾ ജനുവരി 11-ന് നടക്കും. ഇത്തവണ നമുക്ക് 8 ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ 6 ടീമുകളായിരുന്നു. ജ്വല്ലേഴ്സ് തമ്മിൽ ഒരു കോമ്പറ്റീഷൻ കൊണ്ടുവരിക. ഓൾറെഡി കോമ്പറ്റിംഗ് ആണ്, ബട്ട് സ്റ്റിൽ റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് ഒരു കോമ്പറ്റീഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. പ്ലസ് ക്രിക്കറ്റ് പ്രൊമോട്ട് ചെയ്യുക ആൻഡ് ഫിറ്റ്നസ് ഓൾസോ. ജ്വല്ലേഴ്സിന്റെ മത്സരമായതുകൊണ്ടേ കപ്പ് സ്വർണം തന്നെയാണ്. സ്വർണം ആക്കണമെന്നുണ്ട്. ജ്വല്ലേഴ്സ് എല്ലാവരും കൂടെ ഒന്ന് ഉത്സാഹിച്ചാൽ നമുക്കത് സ്വർണ്ണമാക്കാം. മത്സരങ്ങളുടെ ലോട്ട് നറുക്കെടുപ്പ് ദുബൈയിലെ ഡമാസോ ആസ്ഥാനത്ത് നടന്നു. ചെയർമാൻ സാഹിർ P മജീദ്, അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്കോററും കമന്റേറ്ററുമായ രമേശ് മന്നത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ 1 ദുബായ്. ഖത്തറിലെ ഇന്ത്യൻ ഫുട്ബോൾ പോരിൽ KMCC മലപ്പുറം ജേതാക്കൾ. മീഡിയ 1 കിഫ് സൂപ്പർ കപ്പിൽ തൃശൂർ ജില്ലാ സൗഹൃദ വേദിയെ എതിരില്ലാത്ത 5 ഗോളിനാണ് മലപ്പുറം തോൽപ്പിച്ചത്.
ഖത്തർ സ്പോർട്സ് ക്ലബ്ബ് സ്റ്റേഡിയത്തിലെ നിറഗാലറിയെ സാക്ഷിയാക്കി നടന്ന പോരിൽ കളിയുടെ തുടക്കം മുതൽ മലപ്പുറത്തിനായിരുന്നു ആധിപത്യം. 2-ാം മിനിറ്റിൽ തുടങ്ങിയ ഗോളടി ഇഞ്ചുറി ടൈം വരെ അവർ തുടർന്നു. ബുജൈറാണ് ആദ്യ ഗോൾ നേടിയത്. നസീഫ് ഇരട്ട ഗോൾ നേടി. വിജയികൾക്ക് കിഫ് പ്രസിഡന്റ് ഷറഫ് പി ഹമീദ്, വെസ്റ്റേൺ യൂണിയൻ കൺട്രി മാനേജർ റിച്ചാർഡ് വിൻസെന്റ് എന്നിവർ ചേർന്ന് ട്രോഫി സമ്മാനിച്ചു. ഇന്ത്യൻ അംബാസഡർ വിപുലും ഖത്തർ ലോകകപ്പ് ഗുഡ്വിൽ അംബാസഡർ ഗാനിം അൽ മുഫ്തയും മുഖ്യാതിഥികളായിരുന്നു. ഫൈനലിനോടനുബന്ധിച്ച് കലാപരിപാടികളും അരങ്ങേറി. മീഡിയ 1 ദോഹ. സൗദി കിഴക്കൻ പ്രവിശ്യ അന്താരാഷ്ട്ര കൂട്ടയോട്ട മത്സരം സമാപിച്ചു. ഭിന്നശേഷിക്കാരുടെയും അംഗപരിമിതരുടെയും ഉന്നമനം ലക്ഷ്യമാക്കിയാണ് മത്സരം സംഘടിപ്പിച്ചു വരുന്നത്. പ്രവിശ്യ ഗവർണറേറ്റിന് കീഴിൽ അൽഖോബാർ കോർണേഷ്യൽ സംഘടിപ്പിച്ച മത്സരത്തിൽ സ്വദേശികളും വിദേശികളുമായ ആയിരങ്ങൾ പങ്കാളികളായി. ഇരുപത്തിയാറാമത് സൗദി കിഴക്കൻ പ്രവിശ്യ അന്താരാഷ്ട്ര കൂട്ടയോട്ട മത്സരത്തിന് സമാപനമായി. കിഴക്കൻ പ്രവിശ്യ ഗവർണർ നായിഫ് ബിൻ അബ്ദുൽ അസീസ് രാജകുമാരന്റെ അധ്യക്ഷതയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രവാസികളുൾപ്പെടെ സ്വദേശികളും വിദേശികളുമായ ആയിരങ്ങൾ പങ്കെടുത്തു. 21 5 കിലോമീറ്റർ വിഭാഗങ്ങളിലായാണ് മത്സരം സംഘടിപ്പിച്ചത്. രാജ്യത്തെ ഭിന്നശേഷിക്കാരും അംഗപരിമിതരുമായ ആളുകളുടെ ഉന്നമനത്തിന് ധനസമാഹരണം ലക്ഷ്യമിട്ടാണ് മത്സരം സംഘടിപ്പിച്ചു വരുന്നത്. അംഗപരിമിതരും മത്സരത്തിന്റെ ഭാഗമായി. ഞങ്ങൾ എല്ലാ വർഷവും ഈ ഒരു ചാരിറ്റി റണ്ണിൻ്റെ പാർട്ടായിട്ട് നവോദയയിലെ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഒക്കെ ഈ ഒരു ചാരിറ്റി റണ്ണിൻ്റെ ഭാഗമാവാറുണ്ട്. ഇവിടുത്തെ നമ്മളുടെ സ്പെഷ്യൽ എബിലിറ്റി കിഡ്സിൻ്റെ ഒരു റീഹാബിലിറ്റേഷൻ്റെ ഭാഗമായിട്ട് ഒരു ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു സംരംഭത്തിൽ ഏർപ്പെടുന്നത്. വെബ്സൈറ്റ് വഴിയും സംഘാടകരുടെ ഓഫീസ് മുഖേനയും നിശ്ചിത ഫീസ് അടച്ച് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർക്കാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായിരുന്നത്. ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ മലയാളി കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഇതിൻ്റെ ഒരു ഭാഗമായി മാറുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും, എസ്പെഷ്യലി നവോദയയിലെ ഓരോ മെമ്പേഴ്സിനും അഭിമാനമായ ഒന്നാണ്. മത്സരത്തിലെ വിജയികൾക്ക് മെഡലുകളും ക്യാഷ് അവാർഡുകളും സമ്മാനിച്ചു. ഒപ്പം നിരവധി സമ്മാനങ്ങളും മത്സരത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയിരുന്നു. It was a very good experience and we ran 21 kilometers. It was the experience of lifetime. I am really very happy Saudi is taking initiation in all these things. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. രാവിലെ അറൗണ്ട് 5:15 നമ്മൾ ഇവിടെ എത്തി. പ്രവാസി ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ച് വ്യത്യസ്ത കൂട്ടായ്മകളും കായിക ക്ലബ്ബുകളും പങ്കെടുത്തു. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1 ദമ്മാം. ദുബായ് ഗ്ലോബൽ വില്ലേജിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കമായി. 22 ദിവസം നീളുന്ന വിവിധ പരിപാടികൾക്ക് ഇനി ആഗോള ഗ്രാമം സാക്ഷിയാകും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ തിരുപ്പിറവി ആഘോഷിക്കാൻ ഗ്ലോബൽ വില്ലേജിലേക്ക് ഒഴുകിയെത്തും. 21 അടി ഉയരമുള്ള ക്രിസ്മസ് ട്രീയിൽ ദീപങ്ങൾ തെളിച്ചായിരുന്നു ദുബായ് ഗ്ലോബൽ വില്ലേജിലെ ആഘോഷങ്ങൾക്ക് തുടക്കമായത്. കടലാസ് കഷ്ണങ്ങൾ കൊണ്ട് ആകാശത്ത് നിന്ന് പെയ്യിക്കുന്ന മഞ്ഞ്, ചുവടുവെച്ചെത്തുന്ന ഹിമക്കരടികൾ, കാഴ്ചക്കാരെ ഇടയ്ക്കിടെ അഭിവാദ്യം ചെയ്യാൻ നൃത്തസംഘത്തിനൊപ്പം എത്തുന്ന ക്രിസ്മസ് പാപ്പ. രസികൻ കാഴ്ചകൾ ഒരുക്കിയാണ് ദുബായ് ഗ്ലോബൽ വില്ലേജിലെ ക്രിസ്മസ് ആഘോഷം. ഞാൻ വന്നത് ഒക്ടോബറിലായിരുന്നു. എൻ്റെ ബർത്ത്ഡേ വന്നായിരുന്നു വന്നത്. ഇപ്പൊ ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് വരാൻ പറ്റി. എങ്ങനെയുണ്ട് ക്രിസ്മസ് ആഘോഷമൊക്കെ ഇവിടെ? അടിപൊളി, വേറെ ലെവലി. ഞാൻ നാട്ടിൽ പോകാനുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു, ക്രിസ്മസ് കിട്ടൂലെന്ന് വെച്ചാൽ. പക്ഷേ ദുബായ് അടിച്ചു പൊളിച്ച് ക്രിസ്മസ്. ഇനിയുള്ള ഓരോ രാത്രിയിലും 5 തവണ ഈ വേദിയിൽ ക്രിസ്മസ് പാപ്പയും സംഘവും ആഘോഷ കാഴ്ചകളുമായി എത്തും. 22 ദിവസം നീളുന്ന ആഘോഷങ്ങളാണ് ക്രിസ്മസിന്റെ ഭാഗമായി ദുബായ് ഗ്ലോബൽ വില്ലേജിൽ ഒരുക്കിയിരിക്കുന്നത്. ജനുവരി 5 വരെ മുടക്കമില്ലാതെ എല്ലാ ദിവസവും ഈ വേദിയിൽ ക്രിസ്മസ് ആഘോഷം തുടരും. ഫാദിയ നസീറിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1 ദുബായ്.
GCCയിലെ പ്രമുഖ റെസ്റ്റോറന്റ് ഗ്രൂപ്പായ തറവാട് റെസ്റ്റോറന്റ് സൗദിയിലെ ദമാമിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. കേരള തനിമയാർന്ന നാടൻ രുചികളുമായി റെസ്റ്റോറന്റിന്റെ പുതിയ ശാഖ നാളെ മുതൽ ദമാമിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. വനിതാ പാചക വിദഗ്ധയുൾപ്പെടുന്ന ഷെഫുമാരും 100-ലധികം പേർക്ക് പങ്കെടുക്കാവുന്ന പാർട്ടി ഹാളും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടെയാണ് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിക്കുന്നത്. GCCയിലും ഇന്ത്യയിലും പ്രവർത്തന പരിചയമുള്ള പ്രമുഖ റെസ്റ്റോറന്റായ തറവാട് ദമാമിലും പ്രവർത്തനം ആരംഭിക്കുന്നു. തറവാട് റെസ്റ്റോറന്റ് ആൻഡ് കാറ്ററിംഗിന്റെ സൗദിയിലെ ആദ്യ ശാഖ നാളെ ഉച്ച മുതൽ ദമാമിൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ദമാം ജവാസാത്ത് ഓഫീസിന് സമീപത്തായി പ്രിൻസ് നാസർ ബിൻ അബ്ദുൽ അസീസ് സ്ട്രീറ്റിലാണ് പ്രവർത്തനം. കേരള തനിമയാർന്ന നാടൻ രുചികളും ഒപ്പം അറബിക്, ചൈനീസ് വിഭവങ്ങളും ഭക്ഷണപ്രേമികൾക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. GCCയിലും ഇന്ത്യയിലുമായി പ്രവർത്തിക്കുന്ന പ്രമുഖ റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പായ തറവാട് റെസ്റ്റോറൻറ്റിൻ്റെ പുതിയ ബ്രാഞ്ച് നമ്മൾ ഡിസംബർ 15-ാം തീയതി ദമാമിൽ ഓപ്പൺ ചെയ്യുകയാണ്. കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും പാർട്ടികൾ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും സഹകരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. 1.5 പതിറ്റാണ്ടിലേറെയായി ദമാമിലെ പാചകരംഗത്ത് പ്രവർത്തിക്കുന്ന വനിതാ പാചക വിദഗ്ധ ഉൾപ്പെടുന്ന ഷെഫുമാർ റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകതയാണ്. പാചകകലയിൽ ഒരു 15 വർഷമായി ഞാൻ ഇവിടെ ദമാമിൽ ഒരുപാട് കോമ്പറ്റീഷനിലും പിന്നെ ഫുഡ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ ഒരു വനിതാ ഷെഫിന് ഒരു കിച്ചണിലോട്ട് അവസരം അത് തറവാട് റെസ്റ്റോറൻറ്റിലൂടെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. അപ്പം ഞങ്ങളുടെ മലബാറിൻ്റെ തനതായ അതേ രുചി നമ്മുടെ ദമാമിൽ ഈസ്റ്റേൺ പ്രൊവിൻസിൽ എത്തിക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. 100-ലധികം പേർക്ക് പങ്കെടുക്കാവുന്ന പാർട്ടി ഹാളും കുടുംബങ്ങൾക്കും ബാച്ചിലേഴ്സിനും പ്രത്യേകം ഇരിക്കാവുന്ന ഡൈനിങ് ഏരിയയും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. റെസ്റ്റോറന്റ് ആൻഡ് ലോജിസ്റ്റിക്സ് രംഗത്തെ പ്രമുഖരായ AKS ഗ്രൂപ്പിന് കീഴിലാണ് പ്രവർത്തനം. മീഡിയ 1 ദമാം. KP ഫൈസൽ സ്മാരക ഫുട്ബോൾ ടൂർണമെന്റ് ഡിസംബർ 15-ന് നടക്കും. പുഴാതി KMCC ടൂർണമെന്റാണ് സംഘടിപ്പിക്കുന്നത്. ദുബായ് ഖിസൈസിലെ സ്റ്റാർ ഇന്റർനാഷണൽ സ്കൂൾ ഗ്രൗണ്ട് ടൂർണമെന്റിന് വേദിയാകും. 12 ടീമുകൾ മാറ്റുരയ്ക്കും.